MRI എടുത്തതുകൊണ്ട് മാത്രം ഒരു തലവേദനയും മൈഗ്രെയിൻ ആണെന്ന് ഉറപ്പിക്കാനാവില്ല. നമ്മുടെ അടുത്ത് ചികിത്സയ്ക്ക് വരുന്ന എല്ലാ രോഗികളും പറയുന്നതാണ്, എന്റെ ഡോക്ടർ എന്റെ MRI എടുത്തു നോക്കി, അതല്ലെങ്കിൽ CT സ്കാൻ എടുത്തു നോക്കി, CT സ്കാനും MRIയും കണ്ടതിന് ശേഷം ഡോക്ടർ ഉറപ്പിച്ചു പറഞ്ഞു എനിക്ക് മൈഗ്രെയിൻ ആണ് എന്നുള്ളത്. അങ്ങനെ ഒരിക്കലും ഒരു ഡോക്ടർക്കും പറയാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. MRIയെ സംബന്ധിച്ചിടത്തോളം ബ്രെയിനിന്റെ ഉള്ളിലെ സ്ട്രക്ചറൽ ആയിട്ടുള്ള അബ്നോർമാലിറ്റീസ്, അതായത് ഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളും, ട്യൂമറുകൾ വളർന്നിട്ടുണ്ടോ, അതുപോലെ തന്നെ രക്തക്കൊഴലുകൾ പൊട്ടിയിട്ടുണ്ടോ, രക്തക്കൊഴലുകൾ എന്തെങ്കിലും മറ്റ് പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് മാത്രമാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. തലക്കേറ്റ ക്ഷതമോ മറ്റ് ബ്രെയിനിലുണ്ടാകുന്ന പ്രശ്നങ്ങളോ എല്ലാം MRIയിൽ കണ്ടുപിടിക്കാം എന്നുള്ളത് സത്യം തന്നെയാണ്. എങ്കിലും ഇത്തരത്തിൽ യാതൊരു ഫൈൻഡിങ്സും ഇല്ലാത്ത MRI റിപ്പോർട്ട് നോക്കിയിട്ട് നിങ്ങളുടെ തലവേദന മൈഗ്രെയിൻ കൊണ്ട് മാത്രമാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കില്ല. തലവേദന എന്നുള്ളത് സങ്കീർണമായിട്ട് രോഗമാണെന്നും അതിന് പലതരം കാരണങ്ങൾ തലയ്ക്കുള്ളിൽ മാത്രമല്ലാതെ ഹോർമോൺ സംബന്ധമായിട്ടോ വൈറസ് സംബന്ധമായിട്ടുള്ളോ സൈനസ് സംബന്ധമായിട്ടുള്ളതോ എല്ലിന്റെ തേയ്മാനം സംബന്ധമായിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ടും തലവേദന ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുകയും ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള രോഗനിർണയവും ചികിത്സയും എടുത്താൽ മാത്രമേ നിങ്ങളുടെ തലവേദനയ്ക്ക് ശാശ്വത പരിഹാരം ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. ഇതുകൊണ്ടാണ് MRI റിപ്പോർട്ട് പോലത്തെയുള്ള അഡ്വാൻസ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടുകളെ മാത്രം കണക്കിലെടുക്കാതെ കേസ് ഹിസ്റ്ററി പോലെ, ഫാമിലി ഹിസ്റ്ററി പോലെ, അലർജിക് ഹിസ്റ്ററിയും മറ്റും കണക്കിലെടുത്ത് ഒരു വ്യക്തിയുടെ തലവേദനയുടെ കാരണം കണ്ടെത്താനായിട്ട് ഏകദേശം 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന കേസ് ടേക്കിംഗ് ഞങ്ങളുടെ ആശുപത്രിയിൽ ചെയ്തു വരുന്നത്. തലയുടെ MRI സ്കാൻ എടുത്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് വരുന്ന എല്ലാ തലവേദനകളും മൈഗ്രെയിൻ ആണെന്ന് വിശ്വസിച്ചിരിക്കുന്നവർ താഴെ കമന്റ് ചെയ്യുമല്ലോ.